ഇന്ന് പത്രത്തിലൊരു വാർത്ത കണ്ടു. ശ്യാമ മാഡം ഒരു അവാർഡ് സ്വീകരിക്കാൻ എത്തുന്നു. ഞാനവിടെ ചെന്നിരുന്നു. അയ്യോ, മോൾ അവിടെ വന്നിരുന്നോ? ആ, അപ്പൊ മാഡം അവിടെ ഉണ്ടായിരുന്നോ? ആ, ഞങ്ങൾ അവിടെ പോയിരുന്നു. ആരെയും പരിപൂർണമായി കണ്ണടച്ച് വിശ്വസിക്കണ്ട. അത് ബിസിനസിന്റെ ഒരു ബാലപാഠമാ. അച്ഛാ, ഇതെങ്ങനെയൊന്ന് സോൾവ് ചെയ്യുക? ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാ. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാം. പക്ഷെ ഒരു വീഴ്ച നമുക്ക് സംഭവിച്ചാൽ നമ്മൾ അതിൻ്റെ പേരിൽ തലതാഴ്ത്തിയിരുന്നാൽ അത് ശരിയാവില്ല. അപ്പോഴാണ് പ്രവർത്തിക്കാനുള്ള ഊർജം കൂടുതൽ കണ്ടെത്തേണ്ടത്. നീ ആദ്യം ചെയ്യേണ്ടത് അതാ. ഈ മാനസികാവസ്ഥയൊന്ന് മാറ്റണം. ഇതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊരു തോന്നലുണ്ടാകണം. അപ്പൊ കാര്യങ്ങൾ കുറച്ച് ഈസി ആയിരിക്കും. നീ നിന്റെ മനസ്സ് ഓക്കെ ആക്കിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് പരിഹരിക്കാമടാ. നമ്മൾ ഇതുവരെ മറ്റൊരുത്തന്റെ വീഴ്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. നമ്മളാൽ കഴിയുന്ന ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ദൈവാനുഗ്രഹം നമുക്കുണ്ടാവും. ആ വിശ്വാസമല്ലേ നമ്മളെ നടത്തിക്കുന്നത്. ഡോണ്ട് വറി. താങ്ക്സ് അച്ഛാ. ഇത് മതി എനിക്ക്. എൻ്റെ കോൺഫിഡൻസ് ഒന്ന് തിരിച്ചു പിടിക്കാൻ. ഇനി ഞാൻ നോക്കിക്കോളാം. ഫിദയായിട്ടാണോ ശ്യാമയായിട്ടാണോ മോളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്? ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ. ഇതവിടെ വെച്ചു. മാഡം എവിടെ പോയിട്ട് വരുന്നേ? പുറത്തു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു മോളെ. ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയതാരാ? അത് ഇന്ന് വീട് വൃത്തിയാക്കാനായിട്ടൊരു പുതിയ സ്ത്രീയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരാ. ഓ, അല്ല, ഫിദ മാഡം എവിടെ? ആ, ഫിദ മേഡം ഇപ്പോ റെഡി ആയിട്ടുണ്ടാവും. റെഡി ആയിട്ടുണ്ടാവുന്നു? എങ്ങോട്ടേലും പോവാണോ? ഇല്ല, മോള് വരുമ്പോഴേ കാണുന്ന രീതിയിലേ റെഡിയായി ഇരിക്കുമായിരിക്കും എന്നാ ഉദ്ദേശിച്ചേ. മോള് വാ. മോളെ, ഫിദ മാഡം, ഇന്ന് പത്രത്തിലൊരു വാർത്ത കണ്ടു. ശ്യാമ മാഡം ഒരു അവാർഡ് സ്വീകരിക്കാൻ എത്തുന്നു. ഞാനവിടെ ചെന്നിരുന്നു. അയ്യോ, മോൾ അവിടെ വന്നിരുന്നോ? ആ, അപ്പൊ മാഡം അവിടെ ഉണ്ടായിരുന്നോ? ആ, ഞങ്ങൾ അവിടെ പോയിരുന്നു. ശ്യാമയ്ക്ക് ഫിദയോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടേ ഞങ്ങൾ അങ്ങോട്ട് പോയായിരുന്നു. ആ ഫംഗ്ഷന് മുമ്പേ ഞങ്ങൾ ഇറങ്ങി. ഓ, അതെ അല്ലേ? അതെ അതെ. ഞാൻ ആ ഫംഗ്ഷന്റെ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും മാഡം ഇറങ്ങി. അന്വേഷിച്ചപ്പോ അവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞത് മാഡം അവിടെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന. ചോദിച്ചപ്പോ ഇടമുട്ടം എന്നൊരു സ്ഥലം. എവിടെയാണെന്നോ എത്ര ദൂരമുണ്ടെന്നോ ഒന്നും ചോദിച്ചില്ല. ഡ്രൈവറോട് കത്തിച്ചു വിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് ശ്യാമ മേഡത്തെ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ കണ്ടു. ഒരൊറ്റ തവണ. ഒന്ന് ചിരിക്കാൻ പറ്റിയില്ല, ഒന്ന് മിണ്ടാൻ പറ്റിയില്ല, അടുത്തേക്കൊന്ന് പോകാൻ പോലും പറ്റിയില്ല. അതെന്തു പറ്റി? അത്രയ്ക്ക് ഹൈ സെക്യൂരിറ്റി ആയിരുന്നോ? അതല്ല, മാഡത്തിന് വല്ലാത്ത തിരക്കല്ലേ. പിന്നെ ഒരിടത്ത് ഞാൻ കൃത്യമായിട്ട് എത്താൻ പോകുന്നില്ല. എന്നാലും ഒരു നോക്ക് കണ്ടല്ലോ. ഞങ്ങൾ അടുത്തടുത്ത് കണ്ട ആദ്യത്തെ അവസരമായിരുന്നു ഇത്.
ശ്യാമമ്മയുടെ എന്നെ പോലെ തന്നെ ഇരിക്കുന്നെ. ശരിക്കും പറഞ്ഞ ഞാൻ കണ്ണാടിയിൽ നോക്കുന്ന പോലെ. മോൾ ആദ്യമായിട്ടല്ലേ ശ്യാമ മാഡത്തെ കാണുന്നത്? ഉം, അതെ. കണ്ടപ്പോ എന്ത് തോന്നി? ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോ അമ്മയാവാലോന്ന്. എന്റെ മാഡം ഇതൊന്ന് നിർത്തൂ. ശ്യാമ മാഡം ഞാൻ ആരാധിക്കുന്ന ഒരു സ്ത്രീയാ. അത് ഞാൻ ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ഒരാള്. ശ്യാമ മാഡം എന്റെ അമ്മയും ആവണ്ട, കൂട്ടുകാരിയും ആവണ്ട. ദൈവങ്ങള് ദൈവങ്ങളായിട്ട് അവരിയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ. അല്ല, എന്നിട്ട് ബാക്കി എന്തുണ്ടായെന്ന് ചോദിച്ചില്ലല്ലോ. എന്താ ഉണ്ടായത്? കൊലപാതക ശ്രമം. ശ്യാമ മാഡത്തിന്റെ വണ്ടി അവിടുന്ന് പോയി കഴിഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് കയറാൻ ചെല്ലായിരുന്നു. പെട്ടെന്നാ ഒരു വണ്ടി പാഞ്ഞു വന്നത്. ആളുകളുടെ വിളി കേട്ടിട്ട് ഞാനൊന്ന് തെന്നി മാറിയില്ലായിരുന്നെങ്കിലേ ഒരു കാർ എന്നെ ഇടിച്ചിട്ട് എന്റെ മുകളിലൂടെ കയറിങ്ങി പോയെന്നെ. അയ്യോ, വണ്ടി ഓടിച്ച ആളെ മോള് കണ്ടോ? ആ ആളിനെ കണ്ട മോള് തിരിച്ചറിയോ? ഇല്ല മാഡം, അയാളുടെ മുഖമൊന്നും ക്ലിയർ അല്ലായിരുന്നു. വണ്ടി മുന്നോട്ട് വരുന്ന കണ്ടപ്പോൾ ഞാൻ വെട്ടിച്ചോടി. അതുകൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കായിരുന്നു. ഹലോ മാഡം. ഫിദയാണ്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടിയും പറയാനില്ലേ? സോറി മാഡം. അറിയാലോ, ഈ ഇലക്ഷൻ അടുത്തതുകൊണ്ട് വലിയ വലിയ നേതാക്കന്മാരുടെ ഒരു വരവാണ് കേരളത്തിലേക്ക്. പോലീസുകാർക്ക് കുറെ സമയം അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്. എനിവേ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഡ്യൂട്ടി. ഈ വീക്കെൻഡിനുള്ളിൽ നമുക്കിതിനൊരു തീരുമാനത്തിലെത്താം മാഡം. അല്പം ആദർശം ബാക്കിയുള്ള പോലീസുകാരുടെ കൂട്ടത്തിലാ ഞാൻ നിങ്ങളെ പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള കേസുകളിലൊക്കെ സംഭവിക്കുന്ന പോലെ ഇതും ഒരു തള്ളിക്കളയൽ നാടകമായിട്ട് അവശേഷിക്കരുത്. ഒരിക്കലുമില്ല മാഡം. ഞാൻ ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. ശരി. മോളെ, നീ വരുണിനെ വിളിക്ക. വരുൺ വന്നിട്ട് പോയാൽ മതി.